നേരത്തെ താങ്കൾ സംസാരിച്ചപ്പോൾ മുൻ MLA അൻവറെ കുറിച്ചും താങ്കൾ ഇതുപോലെ ഉള്ള പരാമർശങ്ങൾ ആണ് നടത്തിയത്. അദ്ദേഹം കോൺഗ്രസിനാൽ കബളിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഇതല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞു. വിശദീകരിക്കേണ്ടതുണ്ടോ അതിനുള്ള സന്ദർഭമാണ്? അതെ, ഞാൻ അങ്ങനെ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട്. കബളിപ്പിക്കപ്പെട്ടു. കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ സൗഹൃദമുള്ള ആളാണ് കേട്ടോ. നമുക്ക് ശത്രുതയൊന്നുമില്ല. നിലപാടുകളിൽ വിയോജിപ്പും അഭിപ്രായ വ്യത്യാസവും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് കടന്നു വന്നത് ഈ പറയുന്ന വിഭാഗത്തിൻ്റെ ഒരു പ്രേരണയും അവരുടെ സമ്മർദ്ദവും എല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ നാട്ടിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കരുതാനാവുക. അതിനെ സാധൂകരിക്കുന്ന വിധത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് മാധ്യമങ്ങളോട്. അദ്ദേഹം വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ വലിയ പ്രയാസത്തോടു കൂടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ്. ജനാധിപത്യത്തിൽ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഗൂഢനീക്കങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയർത്തുന്നവരെ ഇത്തരത്തിലൊരു പതനത്തിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്നതൊന്നും ശരിയല്ല. അത് കോൺഗ്രസ് പഠിക്കേണ്ടതാണ്. അവരിപ്പോൾ ചില പാഠങ്ങൾ പഠിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. BJP കുറിച്ച് കൂടി ചോദിക്കണം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഒരു സന്ദേശം കൊടുത്തു. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമല്ല, നിലമ്പൂരിൽ മത്സരിക്കുന്നത് പ്രധാനമല്ല എന്ന്. അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന പ്രചാരണം പോലും അവർ പരോക്ഷമായി നടത്തിയ ദിവസങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി ഉണ്ടാവും, പേരിനൊരു സ്ഥാനാർത്ഥി ആയിരിക്കും, BDJS അത് ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെയുള്ള നില. ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ ഭരണകക്ഷി ഇങ്ങനൊരു നയം സ്വീകരിക്കുമ്പോൾ അത് എന്തൊരു രാഷ്ട്രീയ കാഴ്ചയാണ്? എന്തൊക്കെയാണ് അത്? തീർച്ചയായും അത് അവരുടെ ഒരു കുടിലതന്ത്രമാണ്. ഏതൊരാൾക്കും അറിയാം. ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചില്ലല്ലോ, പക്ഷേ എല്ലായിടത്തും മത്സരിച്ചല്ലോ അവർ. അവർക്ക് എത്ര വോട്ടുണ്ടോ എന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കാതിരിക്കുന്ന ഒരു നില ഇപ്പോൾ BJPക്കില്ല. എല്ലായിടത്തും മത്സരിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, നിലമ്പൂരിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ രണ്ടഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നത്. അത് വളരെ വിചിത്രമാണ്. അത് ഇടതുപക്ഷത്തിനെതിരായ ഒരു അവിശുദ്ധ മഴവിൽ സഖ്യത്തിൻ്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. സാധാരണക്കാരായ ജനങ്ങളുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി വസ്തുതകളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണുകയും വളഞ്ഞ വഴിയിലൂടെ നീങ്ങുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പ്രബുദ്ധരായ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തും. ഇത് തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ചോദ്യങ്ങളെ അവർ നേരിടേണ്ടി വരും. അവരുടെ മനസ്സിലും അത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരും. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളെയും അവിശുദ്ധമായ കൂട്ടുകെട്ടുകളെയും ഒന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. കാര്യം ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു. ആ ജനം ചരിത്രം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.